പാരീസ് എന്ന മഹാനഗരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ നിറയുന്ന രൂപമാണ് ഈഫൽ ടവറിന്റേത്. ലോകത്തിലെ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ സന്ദർശിച്ചിട്ടുള്ള ഒരിടമായി പാരീസ് മാറിയതിന് പിന്നിൽ ഈഫലിന്റെ പ്രശസ്തി വഹിച്ച പങ്ക് ചെറുതല്ല. ലാ ടൂർ ഈഫൽ എന്ന് ഫ്രഞ്ചുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന ഈ ഗോപുരം ചരിത്രത്തിന്റെ അടയാളമായി തലയുയർത്തി നിൽക്കുന്നത് നൂറ്റാണ്ടുകൾ പിന്നിട്ട നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടുകൂടിയാണ്. എക്സ്പോസിഷൻ യൂണിവേഴ്സല എന്ന പ്രദർശനത്തിന് വേണ്ടി നിർമ്മിച്ചതായതിനാൽ താൽക്കാലികമായിട്ടായിരുന്നു ഇതിനെ സ്ഥാപിച്ചത്. എന്നാൽ പിന്നീട് വയർലെസ് സിഗ്നലുകൾ കടന്നു പോകേണ്ട ഒരു ആന്റിന ഇവിടെ സ്ഥാപിച്ചതിനാൽ ഈ ഗോപുരം ഇവിടെ സ്ഥിരമായി നിലനിർത്തുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള റേഡിയോ TV പ്രക്ഷേപണങ്ങൾക്ക് ഈഫൽ ടവർ ഇന്നും ഉപയോഗിക്കുന്നു. നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷം ഇതുവരെയായി 18 തവണ മാത്രമാണ് ഈഫൽ ഗോപുരം പെയിന്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം റെഡ് ബ്രൗൺ നിറവും പിന്നീട് മഞ്ഞയും ഇപ്പോൾ വെങ്കലത്തിന്റെ നിറവുമാണ് ഗോപുരത്തിനുള്ളത്. ഈഫൽ ടവറിനെ ഏറ്റവും ഭംഗിയായി കാണുന്ന സമയം രാത്രിയാണ്. വൈദ്യുത ദീപങ്ങളും അലങ്കാരപ്പണികളുമൊക്കെയായി ആ സമയത്തെ ഈഫലിനെ ചിത്രത്തിൽ പകർത്തുവാനാണ് ആളുകൾക്ക് താല്പര്യവും. ഈഫൽ ടവറിനെ കുറിച്ചുള്ള രസകരമായ വസ്തുത എന്നത് ഇതിലെ പോസ്റ്റ് ഓഫീസാണ്. 1-ാം നിലയിൽ സദേൺ വിങ്ങിൽ ഗിഫ്റ്റ് ഷോപ്പിനടുത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാരികളിൽ പലരും ഇവിടെ നിന്നും പോസ്റ്റ് കാർഡുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയക്കുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഈഫൽ ടവറിനടിയിൽ ഒരു സൈനിക ബങ്കർ കൂടിയുണ്ട്. ബങ്കർ ഇപ്പോൾ ഒരു ചെറിയ മ്യൂസിയമാക്കി മാറ്റി. ടൂർ ഗ്രൂപ്പുകൾക്ക് ഇവിടം സന്ദർശിക്കുവാനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്.